ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനാണെങ്കിലേ 2-3 ഗിഫ്റ്റ് കാണിക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾ ചിരിക്കും എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ കണ്ട്. ആരാണെന്ന് ഞാൻ പറയാം. എൻ്റെ മദർ. ഞാൻ പണ്ട് എവിടുന്നോ മേടിച്ച ടോർച്ചായത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെയുള്ള പണ്ടത്തെ ടോർച്ചില്ലേ, ഇത് പണ്ടത്തെ ടോർച്ച്. ഇത് മേടിച്ചിട്ട് ഞാൻ എൻ്റെ മദറിൻ്റെ കൊണ്ട് കൊടുത്തിരുന്നു കുറേ കാലം. അപ്പം ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇരുട്ടത്ത് അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇങ്ങോട്ട് നടന്നു വന്ന അഹങ്കാരം കൊണ്ട്. കണ്ട കത്തുന്നുണ്ടോ? അങ്ങനെ ഇതിനകത്ത് എൻ്റെ മമ്മി ബാറ്ററിയൊക്കെ മേടിച്ചിട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇരുട്ടത്ത് വരുന്നത്, ഇരുട്ടല്ല അവിടെ എല്ലാം ലൈറ്റ് ഉണ്ടെങ്കിലും നാട്ടുപാതയില്ലേ, ചിലപ്പോൾ കറണ്ട് പോവും. അപ്പം എനിക്ക് തന്നതാണ് ഇത്. കണ്ട, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് പണ്ടത്തെ ടോർച്ച്, ബാറ്ററി ടോർച്ച്. ഇപ്പം എല്ലാം ഹൈടെക് ടോർച്ചില്ലേ. അങ്ങനെ ഞാൻ ഈ ടോർച്ചുമായിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ എനിക്കിടെ മുട്ടായി ഭ്രാന്തുള്ളതാണെന്ന് അറിയാമല്ലോ. നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതാ ഇത് 20 രൂപ. ഇതിൻ്റെ മമ്മി എനിക്ക് പൈസ തന്ന മദർ. എൻ്റെ മദറെ എന്നെ ശരിക്കും ശകാരിക്കുകയും ക്രിറ്റിസിസം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ കീരി പാമ്പിനെ കടിച്ചു കീറുന്ന പോലെ എന്നെ കടിച്ചു കീറും. ഞാനൊന്നും ചെയ്യണ്ട, അങ്ങോട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ മതി. അങ്ങനെ എനിക്ക് മുട്ടായി മേടിച്ചു തന്നെയാണ്. ഞാൻ കിളവിയായാലും എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ മോളാണല്ലോ ഇപ്പോഴും. കണ്ട കിറ്റ്കാറ്റ്. ഞാൻ ഇനി കിളവി 70 വയസ്സുള്ള അമ്മൂമ്മ കിണ്ടിയായാലും അവർക്ക് അവർ മോളെ, എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് കിറ്റ്കാറ്റ് മേടിച്ചിരുന്നു എൻ്റെ മമ്മി. പിന്നെ എനിക്ക് മെൻഡോസ് മേടിച്ചിരുന്നു. കണ്ട, ഇതാണ് ഞങ്ങൾ ഈ ഭയങ്കരമായിട്ട് കീരിയും പാമ്പും കൂടി കടിച്ച് കീറി നീ കൊല്ലും. പക്ഷേ മുട്ടായി എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെന്നെ എനിക്ക് പൈസ തരിക. എൻ്റെ അടുത്തൊരു ബേക്കറി കടയുണ്ട്, അവിടെ നിന്ന് മുട്ടായി മേടിക്കുന്നിടം വരെ അവിടെ നോക്കി നിൽക്കും. എന്നിട്ട് ഞാൻ പോയി ഓക്കെ അതവിടെ നിൽക്കിയിട്ട് ഇങ്ങനെ എല്ലാവരും വീട്ടിൽ കാണും. പിന്നെ ഞാനാണെങ്കിൽ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ബാംഗ്ലൂർ മേള വന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാച്ചാണ്. പക്ഷെങ്കിൽ ഇത് നമ്മളെ ഇതിൻ്റെ റോസ് ഗോൾഡിൻ്റെ കളറായിരുന്നു. അത് ഞാൻ സൂക്ഷിക്കാതെ ഇത് ഫെയ്ഡായി പോയെങ്കിൽ നല്ല രസമാണ്. ഇത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ കൈ കാണാൻ കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഇങ്ങനെയും ഞാൻ ഇടുന്നു. ഇത് ബ്രേസ്ലെറ്റ് മോഡലിൽ ഇരിക്കും. ഇതിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഓച്ചാവും. ഞാൻ അങ്ങനെ ഇടില്ല, ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ മാത്രമാണ് മേടിച്ചത്. ബാംഗ്ലൂർ മേളയിൽ കുറേ വർഷമായതാണിത്. ഏകദേശം ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഏതോ ഒരു ഹാളിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മേളയായിരുന്നു. പിന്നെ ഇത് രണ്ടാമത്തെയാണ്. ഇതും ആ റോസ് ഗോൾഡ് പോലെ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ ഞാൻ എൻ്റെ മെമ്മറിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണിത്. നല്ല രസമില്ലേ? ഇതിനൊക്കെ വളരെ ചീപ്പായിട്ടാണ്. പക്ഷെ ഞാനിത് കളഞ്ഞിട്ടില്ല. ഇത് ബാറ്ററി ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഞാനിങ്ങനെ ഓർമ്മയ്ക്കായിട്ട് ഇതൊരു കരകൗശല വസ്തു പോലെ വെച്ചിരിക്കുകയാണ്. എന്നാലും വെള്ളപ്പഴുക്കി ഇട്ടുകൊണ്ട് പോവും. ഞാൻ കൈ കെട്ടി കാണിക്കാം. ഞാനിത് കൈ കെട്ടിയിട്ടുണ്ട്. ഇതാ കണ്ട, നല്ല ഭംഗിയാണ്. ഞാനിങ്ങനെയാണ് വാച്ച് കെട്ടുന്നത്. എല്ലാവരും ഈ ഡയൽ കൈയുടെ പുറത്തിരിക്കുന്ന രീതിയിലാണ് കെട്ടുന്നത്. ഞാനങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ, അപ്പോഴും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ മാതാപിതാക്കൾ നമുക്ക് ഇല്ലാതാവുമ്പോൾ മാത്രമേ നമുക്ക് വിഷമം വരത്തുള്ളൂ. എത്ര ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും അടിയുണ്ടായാലും ഒരു താങ്ങിന് അവസാനം എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് അവരുടെ മുമ്പിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് നമ്മളെല്ലാവരും അവഹേളിക്കുന്നെന്ന് അറിയുമ്പോൾ അവർ സഹിക്കത്തില്ല. നമ്മളെല്ലാവരും അപമാനിക്കുന്നെന്ന് പറയുമ്പോഴും ആ മാതാപിതാക്കൾ സഹിക്കത്തില്ല. അവിടം വരെ അവർ നോക്കി നിൽക്കും മിണ്ടാതെ. പക്ഷേ ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ദൈവം വന്ന് പ്രവർത്തിക്കുന്നത് പോലെയാണ് അവർ, ഈ മാതാപിതാക്കൾ, എനിക്ക് എൻ്റെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്.
അവസാനം ലാസ്റ്റ് മൊമെൻ്റ് വരെ അവർ നോക്കും. അവസാനം നമ്മളെ ഇട്ട് ചവിട്ടി തേക്കുന്നെന്ന് കാണുമ്പം എന്നും കൈ പിടിച്ചുയർത്തിയിട്ടുള്ളത് അവരാണ്. അപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ പ്രാർത്ഥനയുണ്ടായിരിക്കും. എൻ്റെ മാതാപിതാക്കളെ പ്രായമുള്ള ആരെ കണ്ടാലും ഞാൻ മനസ്സുകൊണ്ട് വന്നിച്ചിട്ടല്ലാതെ പോകത്തില്ല. എനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ എനിക്ക് ഈ ഒരുപാട് പ്രായമുള്ള മനുഷ്യരുടെ അടുത്ത് ഭയങ്കര സിമ്പതിയും ലവുമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടുകാരും സ്നേഹിച്ചിട്ടുള്ള ഞാൻ ഒരുപാട് സ്നേഹം എനിക്കുണ്ടായിരുന്നവരുമൊക്കെ എൻ്റെ ഇത്രയും ഒരുപാട് പ്രായമുള്ള ഓരോ ആൾക്കാരുണ്ട്, മനുഷ്യരുണ്ട്, പ്രായമുള്ള എൻ്റെ മാതാപിതാക്കളെ പ്രായമുള്ള അവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും സ്നേഹിക്കുന്നത്, ഇനിയും ഞാൻ മരിക്കുന്നിടം വരെ സ്നേഹിക്കുന്നത്. അപ്പോഴേ എൻ്റെ മാതാപിതാക്കളുടെ പ്രായമൊക്കെ എത്തുമായിരിക്കും. ഞാൻ ചിലപ്പോൾ ജീവനോടുണ്ടെങ്കിൽ ആ സമയത്ത് അന്നും ഞാൻ അവരെ തന്നെ സ്നേഹിക്കും. ബാക്കിയുള്ളവരെ സ്നേഹിക്കത്തില്ലെന്നല്ല, എനിക്ക് ഇവരുടെ അടുത്ത് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും ഞാൻ എൻ്റെ മദർ എനിക്ക് തിരിച്ചു തന്ന ടോർച്ചും ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ്. തലേണയുടെ അടുത്ത് ഇങ്ങനെ വെച്ചിരുന്നു, എന്നിട്ട് എനിക്ക് എടുത്ത് തന്നതാണ്. അപ്പോൾ ഞാൻ ഇതും കൊണ്ട് പോകുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരെയും കാണണേ. അപ്പോൾ വീണ്ടും എൻ്റെ എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ പ്രായമായ മനുഷ്യർക്കും എല്ലാ അച്ഛനമ്മമാർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ടായിരിക്കും. എപ്പോഴും കുഞ്ഞു കുട്ടികൾക്കും ഉണ്ടായിരിക്കും. കുഞ്ഞു കുട്ടികളെ SSLC കുഞ്ഞുങ്ങളെ മറന്നതല്ല, എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എല്ലാവരെയും ഓർക്കും. അപ്പോൾ ബൈ ബൈ, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു കേട്ടോ. എല്ലാവരും സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ബൈ ബൈ.